ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ മോട്ടറോളയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോളയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G04S എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.56 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ ഒക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യമാണ്. 90 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ യൂണി SoC T606 എന്ന ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് വരുന്നത്. 50 MP ബാക്ക് ക്യാമറയും 5 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 7000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G24 പവർ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിൽ സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക്കിന്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. പിന്നെ 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ വളരെ കൂടിയ 6000 mAh ബാറ്ററിയും 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതും എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പം 8000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 11000 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ നമുക്ക് 5G ഫോണുകൾ കിട്ടുന്നുണ്ട്. 11000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G34 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. 13ഓളം 5G ബാൻഡ്സ് വരുന്നുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 6.5 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 11000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 15000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G64 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ തന്നെ കിട്ടുന്നുണ്ട്. LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ മീഡിയാടെക് Dimensity 7025 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 14 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. OSന്റെ സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ വളരെ കൂടിയ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. ഈ ഒരു ഫോൺ 15000 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ മോട്ടോറോളയുടെ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ മോട്ടോ G85 5G എന്ന സ്മാർട്ട് ഫോൺ 18000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ POLED ഡിസ്പ്ലേ തന്നെ വരുന്നുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 6S Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 12 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. OSന്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 32 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 23000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടറോളയുടെ എഡ്ജ് 50 ഫ്യൂഷൻ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ POLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട്. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സർ നമുക്ക് ലഭിക്കുന്നുണ്ട്. 12 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+13 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 MP സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 23000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 32000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടറോള എഡ്ജ് 50 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് 6.7 ഇഞ്ചിന്റെ 1.5K POLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇതിൽ കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 15ഓളം 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 50+13+10 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 50 MP സെൽഫി ക്യാമറ ഇതിൽ വരുന്നുണ്ട്. 4500 mAh ബാറ്ററിയും 125 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 32000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്.
പിന്നെ 55,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ മോട്ടറോളയുടെ എഡ്ജ് 50 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിലും 6.7 ഇഞ്ചിന്റെ 1.5K OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസർ വരുന്നുണ്ട്. 17ഓളം 5G ബാൻഡ്സ് വരുന്നുണ്ട്. 50+50+64 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 4500 mAh ബാറ്ററിയും 125 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും അതുപോലെ തന്നെ 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ 55,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഫോൾഡബിൾ ഫോൺസ് വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയുടെ 3 ക്ലാംഷെൽ ഫോൾഡബിൾ ഫോൺസ് വരുന്നുണ്ട്. അതിൽ 45,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ മോട്ടോ റേസർ 40 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇത് കൂടാതെ പുറത്ത് 1.5 ഇഞ്ചിന്റെ ഒരു OLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 15 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 64+13 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 4200 mAh ബാറ്ററിയും 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 5 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 45,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 70,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ റേസർ 40 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലും 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈനെ കൊടുത്തിട്ടുണ്ട്. 165 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് കൂടാതെ പുറത്ത് നമുക്ക് കുറച്ചും കൂടി വലിയ 3.6 ഇഞ്ചിന്റെ ഒരു OLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 13 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 12+13 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ 32 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 3800 mAh ബാറ്ററിയും 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 5 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 70,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൾഡബിൾ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ മോട്ടോ റേസർ 50 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോൺ 95,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് കുറച്ചും കൂടി വലിയ 6.9 ഇഞ്ചിന്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പുറത്ത് കുറച്ചും കൂടി വലിയ 4 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിലും 165 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 17 5G ബാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. 50+50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 4000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 95,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് മോട്ടറോളയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തെ ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാനിതിന് ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.